നമസ്കാരം. വോട്ടിംഗ് യന്ത്രത്തിൽ രേഖപ്പെടുത്തുന്ന വിവിപാറ്റിലെ സ്ലിപ്പുകൾ 100% എണ്ണണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള മുഴുവൻ ഹർജികളും സുപ്രീം കോടതി തള്ളിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും ജസ്റ്റിസ് ദീപങ്കർ ദത്തയും അടങ്ങുന്ന രണ്ടംഗ ബെഞ്ചാണ് ഈ സുപ്രധാന വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. സന്തുലിതമായ ഒരു കാഴ്ചപ്പാട് പ്രധാനമാണ് എങ്കിൽ പോലും ഒരു വ്യവസ്ഥിതിയെ അന്ധമായി സംശയിക്കുന്നത് സന്ദേഹവാദം വളർത്തിയെടുക്കും എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഈ ഹർജികൾ എല്ലാം തന്നെ തള്ളിയിരിക്കുന്നത്. അതേസമയം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പ്രധാനപ്പെട്ട 2 നിർദ്ദേശങ്ങൾ സുപ്രീം കോടതി നൽകിയിട്ടുണ്ട്. ചിഹ്നങ്ങൾ EVM-ൽ കയറ്റിയ ശേഷം സിമ്പിൾ ലോഡിംഗ് യൂണിറ്റ് സീൽ ചെയ്ത് കണ്ടെയ്നറുകളിൽ സുരക്ഷിതമാക്കണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. സ്ഥാനാർത്ഥികളും അവരുടെ പ്രതിനിധികളും ഒക്കെ ഈ മുദ്രയിൽ ഒപ്പിടണം. SLU അടങ്ങിയ സീൽ ചെയ്ത കണ്ടെയ്നറുകൾ ഫലപ്രഖ്യാപനത്തിന് ശേഷം കുറഞ്ഞത് 45 ദിവസമെങ്കിലും EVM-കൾക്കൊപ്പം സ്റ്റോർ റൂമുകളിൽ സൂക്ഷിക്കണമെന്നുകൂടി കോടതി പറയുന്നുണ്ട്. മാത്രമല്ല കൺട്രോൾ യൂണിറ്റ്, ബാലറ്റ് യൂണിറ്റ്, ഓരോ പാർലമെന്റ് മണ്ഡലത്തിലെ ഓരോ നിയമസഭാ മണ്ഡലത്തിലെ വിവിപാറ്റ് എന്നിങ്ങനെ 5% VVM-കളിലെ ബേൺഡ് മെമ്മറി സെമി കൺട്രോളർ EVM നിർമ്മാതാക്കളിൽ നിന്നുള്ള ഒരു സംഘം എഞ്ചിനീയർമാരുടെ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നുകൂടി കോടതി ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും പരാതി ഉണ്ട് എങ്കിൽ ഫലപ്രഖ്യാപനം കഴിഞ്ഞ 7 ദിവസത്തിനുള്ളിൽ തന്നെ ഒരു അഭ്യർത്ഥന നൽകേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഒരു നടപടി എടുക്കണമെന്നുള്ള ആവശ്യം ഉന്നയിക്കേണ്ടതുണ്ട്. അഭ്യർത്ഥന നടത്തുന്ന സ്ഥാനാർത്ഥിയാണ് ഇതിനുള്ള മുഴുവൻ ചിലവുകളും വഹിക്കേണ്ടി വരിക. EVM-കളിൽ കൃത്രിമം നടന്നതായി കണ്ടെത്തിയെങ്കിൽ മാത്രം ഈ തുക തിരികെ നൽകുകയും ചെയ്യും. വിവിപാറ്റ് സംവിധാനം വഴിയുള്ള പേപ്പർ സ്ലിപ്പുകൾ ഉപയോഗിച്ച് EVM-കളിൽ ഇടുന്ന ഓരോ വോട്ടും ക്രോസ് വെരിഫൈ ചെയ്യാൻ നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ ഒരു കൂട്ടം ഹർജികൾ എത്തിയത്. ഹർജിക്കാരായ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസിന് വേണ്ടി അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷണാണ് കോടതിയിൽ ഹാജരായത്. എന്തായാലും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് നിർണായകമായ ഒരു നിർദ്ദേശം തന്നെയാണ്. അങ്ങനെ വിവിപാറ്റിലെ സ്ലിപ്പുകൾ 100% എണ്ണാൻ കഴിയില്ല, അത് അപ്രായോഗികമാണ് എന്ന വിലയിരുത്തലിനേക്കാൾ ഉപരിയായി കോടതി പ്രാധാന്യത്തോടുകൂടി പറഞ്ഞിരിക്കുന്നത് ഒരു വ്യവസ്ഥിതിയെ മുഴുവനുമായി സംശയിക്കരുത്. അത്തരത്തിലുള്ള ഒരു സംശയം അത് സന്ദേഹവാദം ഉയർത്തിയെടുക്കാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ എന്ന സുപ്രധാന നിരീക്ഷണമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.